പരിശുദ്ധ റമദാൻ നാളുകളിൽ ധാരാളം കർമ്മങ്ങളുമെല്ലാം ചെയ്ത് വളരെ റാഹത്തായി സന്തോഷത്തോടെ ഇരിക്കുന്നവരാണ് നമ്മിൽ ബഹുഭൂരിപക്ഷം. ഇത്തരം ഒരു സന്തോഷകരമായ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ആലോചിക്കേണ്ടതുമായ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ ഇബാദത്തുകളും മറ്റു കർമ്മങ്ങളുമൊക്കെ അള്ളാഹു സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് സ്വീകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് പൂർവികരായ സഹാബാക്കളുടെയും അതുപോലെ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ശിർക്കില്ലാത്ത വിശ്വാസികളെ പറ്റി പറയുന്നുണ്ട്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവര് അള്ളാഹുവിന് പങ്കൊന്നും ചേർക്കുന്നില്ല, അങ്ങനത്തെ ആളുകൾ. വല്ലദീന യുഅ്തൂന മാ അതൗ, അവര് നൽകേണ്ടതൊക്കെ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അമലുകളുടെ രൂപത്തിലും അല്ലാത്ത രീതിയിലുമൊക്കെ അള്ളാഹു കൽപ്പിച്ച സംഗതികളൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയത്തിൽ അവർക്ക് പേടിയുണ്ട്. അവർ ഹൃദയം പേടിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അവർക്കുള്ളത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ തൻ്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണല്ലോ എന്ന പേടി അവരുടെ മുമ്പിലുണ്ട്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അത്തരം ആളുകൾക്കാണ് നന്മയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. അവരാണ് നന്മയിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നവർ. വഹും ലഹാ സാബിഖൂൻ, ഇപ്പോഴല്ല ഭാവിയിൽ മാത്രമല്ല നേരത്തെയും അവർ അങ്ങനെ തന്നെയാണ്. നന്മയിൽ അവരൊരുപാട് മുൻകടന്നു വന്നവരാണ്. അപ്പോൾ ഒരുപാട് നന്മകൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് അതിലൂടെ കടന്നു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ശിർക്കിലകപ്പെടാതെ ജീവിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധമാണ് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണം. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സംശയം ചോദിച്ചു. ഹുവല്ലദീ യസ്രിഖു വയസ്നി വയശ്റബുൽ ഖംർ, ഈ പറയുന്നത് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. നാളെ പടച്ചോന്റെ മുമ്പിൽ എത്തുമ്പോൾ പടച്ചോന്റെ മുമ്പിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് റസൂലെ, ഇത് കട്ടെടുക്കുകയും വ്യഭിചരിക്കുകയും കള്ളുകുടിക്കുകയൊക്കെ ചെയ്ത ആളുകളുടെ അവസ്ഥയെപ്പറ്റി അല്ലേ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. വഹുവ യഖാഫുല്ലാഹ്, അവർക്ക് ഭയങ്കര പേടിയായിരിക്കുമല്ലോ. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചാണ്. വിശ്വാസികളായ ആളുകളിൽ നിന്ന് അവർ ഇത്തരം പാപങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വലിയ പേടി ഉണ്ടാവില്ലേ, അതിനെപ്പറ്റി അല്ലേ ഈ പറയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ ബിൻത അബീബക്കർ, അബൂബക്കറിന്റെ മോളെ. ഒരു റിപ്പോർട്ടിൽ സിദ്ദീഖിന്റെ മോളെ, അതല്ല, അങ്ങനത്തെ ആളുകളെ പറ്റി അല്ല ഈ പറയുന്നത്. മറിച്ച് വലാകിന്നല്ലദീ യുസല്ലി വയസൂമു വയതസദ്ദഖ്, ഈ പറയുന്നത് നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ധർമ്മം കൊടുക്കുകയോ ചെയ്ത ആളുകളുടെ മാനസികാവസ്ഥയാണ് ഈ പറയുന്നത്. അവർ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ധർമ്മം കൊടുത്തിട്ടുണ്ട്. റമദാൻ മാസത്തിൽ നമ്മളുടെ ബഹുഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ അങ്ങനെയാണ്. ധാരാളം അത്തരം സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളാണ്, അവരാണ് യഥാർത്ഥത്തിൽ ഈ വഹുവ യഖാഫു അല്ലാഹു അസ്സ വജല്ല, അവർക്ക് പേടിയാണ്. ഇതൊക്കെ പടച്ചോൻ സ്വീകരിച്ചോ, എൻ്റെ അമലുകൾ പടച്ചോൻ സ്വീകരിക്കൂലേ എന്ന പേടിയാണ് അവർക്കുള്ളത്.
അപ്പൊ അമല് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ, സ്വീകരിക്കൂലേ എന്നുള്ളൊരു ബേജാറും പേടിയും ഒക്കെ അവർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇത് കുറ്റവാളികളെ പറ്റിയല്ല, ഇത് നല്ല വിശ്വാസികളായ അമല് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് തന്നെയാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഥാർത്ഥത്തിൽ അമലിനേക്കാൾ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അമലിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചാണ്. അമല് നമ്മൾ ധാരാളം ചെയ്യും എന്ന് മാത്രമല്ല, അതിനേക്കാൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് ഇത് സ്വീകരിക്കുന്ന രീതിയിൽ ആകണല്ലോ എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സഹാബാക്കളുടെ ഒരവസ്ഥ അദ്ദേഹം പറയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വിശ്വാസി എന്ന് പറഞ്ഞത് അൽ മുഅ്മിനു, ഹസനുൽ ബസരി പറഞ്ഞു, അൽ മുഅ്മിനു യുഹ്സിനു വയഖാഫ്. മുഅ്മിനായൊരു വിശ്വാസിക്ക് ഓൻ നല്ല സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യും, അതോടൊപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരിക്കും, ഇതെന്താകും എന്നുള്ള പേടിയായിരിക്കും. എന്നാൽ ഒരു കപട വിശ്വാസി മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യൂല, എന്നാലും അവൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം, അതൊന്നും നടക്കുന്നില്ല, എങ്ങനെയൊന്നും ഇപ്പൊ നമ്മളപ്പോ പടച്ചോൻ അങ്ങനെ ചെയ്യോ, എന്തെല്ലാം ഇനി എന്നെക്കാണ് എത്ര വലിയ പാപങ്ങൾ കൊലപാതകങ്ങൾ ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഞാനൊരു സാധുവായിട്ട് ഇവിടെ അഞ്ചേറിന് സ്കരിക്കില്ല എന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്കരിക്കില്ലല്ലേ ഉള്ളൂ, റമദാനിൽ നോമ്പനുഷ്ഠിക്കില്ലല്ലേ ഉള്ളൂ, വേറെ ആൾക്കാരെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ഞാൻ. അങ്ങനെയാണ് പല ആളുകളും പറയാം. പല ആളുകളുടെയും ധാരണ അങ്ങനെയാണ്, ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, കഴിഞ്ഞിടത്തോളം ആൾക്കാർക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ്. നിസ്കരിക്കാനൊക്കെ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്, അങ്ങനൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൊന്നും ചിട്ടല്ല, അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അതിനിപ്പോ പഠിച്ചോ എന്നെ അങ്ങനെയാണ് ചെയ്യോ എന്ന രീതിയിൽ അവനവൻ അമലുകൾ ചെയ്യാതെ തന്നെ വലിയ ഒരു സുരക്ഷിത ബോധത്തോടു കൂടി ജീവിക്കുന്നത് അത് വിശ്വാസികളിലെ ഉണ്ടാകുന്ന സംഗതിയല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് പഠിച്ചോനെ ഇതൊക്കെ സ്വീകരിക്കാതെ പോവോ എന്ന ഒരു മാനസികാവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ, മുഅ്മിൻ യറാ ദുനൂബു കഅന്നഹ ജബലുൻ യുരീദു അൻ യസ്ഖുത അലൈഹി. വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി ഒരു പാപം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ തന്റെ തലക്ക് മുകളിൽ ഒരു മല തലക്കയുടെ മുകളിൽ നിന്ന് വീഴോ, ഒരു മലന്റെ മുകളിൽ ഇങ്ങനെ അതൊക്കെ കൂടി മേലേക്ക് കെട്ടിമറിഞ്ഞ് വീഴോ എന്നുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ചുവടങ്ങ് നിൽക്കുകയാണ്, ആ ബിൽഡിങ്ങിന്റെ ചുവട് അതൊക്കെ തലയ്ക്ക് വീഴോ എന്ന് പേടിക്കുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും. ആ ഒരു മാനസികാവസ്ഥയിലേ അവനൊരു തെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്താ ഇപ്പം ഞാനീ ചെയ്യുന്നത്, ഇത് പാടില്ലല്ലോ, എന്നാലും ഞാനങ്ങനെ പെട്ടുപോവാണ്, ചെയ്തു പോവാണ് എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഒരു വിശ്വാസി തെറ്റ് ചെയ്യുക. വിശ്വാസിക്കുണ്ടാകുന്ന അവൻ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുക. എന്നാലൊരു താന്തോന്നിയായി ജീവിക്കുന്ന ഒരു ഫാജിർ, താന്തോന്നിയായി ജീവിക്കുന്ന ഒരാൾക്ക്, കപടവിശ്വാസിയായി ജീവിക്കുന്ന ആൾക്ക് യറാ ദുനൂബൗക ദുബാബിൻ താറാലാം ഫിഹി എന്നാണ്. അവൻ തന്റെ പാപങ്ങൾ ചെയ്യുമ്പോൾ മൂക്കിന്റെ അറ്റത്ത് കൂടെ ഒരു ഈച്ച പാറിയ പോലെ അവന് തോന്നുള്ളൂ. ഒരു ഈച്ച പാറിയാൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമല്ലോ, അത്ര ലാഘവത്തോടു കൂടി പാപങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടും. അത് ഒരു താന്തോന്നിജിയായി ജീവിക്കുന്ന, വിശ്വാസം വേണ്ട രീതിയിൽ മനസ്സിൽ എത്താത്തവന്റെ മാനസികാവസ്ഥയാണ്. വിശ്വാസം മനസ്സിലെത്തിയവന് താനൊരു ബിൽഡിങ്ങിന്റെ ചോട്ടിൽ നിന്നിട്ട് അതൊക്കെ തലയിലേക്കിട്ട് വീഴുവോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ അയാൾക്ക് ഉണ്ടാകുന്ന പേടിയുണ്ടല്ലോ, ആ പേടി അവൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവനുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ തെറ്റവൻ ചെയ്തും പാപ്പൊക്കെ ചിലപ്പോൾ അവൻ്റെ അടുത്ത് വരും, പക്ഷെ അതിനെപ്പറ്റി ഭയങ്കരമായ ഒരു മനസ്സിൽ വല്ലാത്തൊരു പേടി അവനുണ്ടാവും. അതാണ് വിശ്വാസിയും അല്ലാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അത് ഈ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഇത്തരം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ധാരാളം അമലുകൾ ചെയ്താൽ ഒന്നാമത് ഇത് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമത് പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം, സ്വീകരിക്കണം പഠിച്ചോനെ. നിസ്കാരം നമ്മൾ ധാരാളം ചെയ്ത ഒരു സന്ദർഭമാണല്ലോ ഇപ്പോൾ.
അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോഴാണ് ഈ തഖബ്ബൽ മിന്നക്ക് ഒരു കുറച്ചും കൂടി അർത്ഥം ഉണ്ടാകുക. ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മായിൽ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയൊക്കെ കഅബാലയത്തിന്റെ അസ്ഥിവാരം പണിതുയർത്തി അധ്വാനിച്ച് അതിനുവേണ്ടി സമയം ചെലവഴിച്ച് സ്വന്തം തന്നെ അതൊക്കെ പടുത്തുയർത്തി കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻത സമീഉൽ അലീം, എല്ലാം കാണുന്നവൻ നീയാണ്, എല്ലാം അറിയുന്നവൻ നീയാണല്ലോ, അതുകൊണ്ട് ഈ അമലുകൾ നീ സ്വീകരിക്കണമേ. അപ്പോൾ സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറച്ച് സംഗതികൾ ചെയ്യണം. നമ്മൾ കുറേ ചെയ്തിട്ട് അത് സ്വീകരിക്കണമേ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഇതുകാലത്ത് ഇമ്രാന്റെ ഭാര്യ പറയുകയുണ്ടായി, റബ്ബി ഇന്നി നദർതു ലക മാഫി ബത്നി മുഹററ, പടച്ചോനെ എൻ്റെ ഈ വയറ്റിലുള്ള കുട്ടിനെ ഞാനിതാ നിനക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പള്ളിയിലേക്ക് കുട്ടികളെ നേർച്ച ചെയ്ത് അവിടുത്തെ ഒരു സേവകയായിക്കൊണ്ട് അല്ലെങ്കിൽ സേവകനായിക്കൊണ്ട് വളരാൻ അനുവദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ വയറ്റിലുള്ളൊരു കുട്ടിയെ ഞാനിതാ പടച്ചോനെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഫതഖബ്ബൽ മിന്നി, നീ സ്വീകരിക്കണം, എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ, ഇന്നക അൻത സമീഉൽ അലീം എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, റബ്ബി ജൽ മുഖീമസ്സലാത്തു വമിൻ ദുരിയത്തി, പടച്ചോനെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും എൻ്റെ മക്കളെ നീ ഉൾപ്പെടുത്തണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, എൻ്റെ പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കണമേ. അപ്പോൾ പ്രാർത്ഥനകൾ സ്വീകരിക്കുക, അമലുകൾ സ്വീകരിക്കുക, അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പടച്ചോനെ നീ സ്വീകരിക്കണമേ എന്ന് പറയേണ്ടതുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ വേണം. അതാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അപ്പോൾ ഈ തഖബ്ബൽ മിന്നാ എന്ന് പറയണമെങ്കിൽ നമ്മൾ കുറേ അമലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാണല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇപ്പോൾ നമുക്ക് നല്ല ഒരു സന്ദർഭമാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് നമ്മൾ കുറേ അമലുകൾ നമ്മൾ ചെയ്ത് നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ തറാവീഹും ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണവും ഇങ്ങനെ കുറേ അമലുകൾ നമ്മൾ ചെയ്തിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റിയ സന്ദർഭമാണ് തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണമേ. ഒന്നാമതായി നമ്മൾ ഈ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണം. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ഈ സ്വീകരിക്കുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്കാഫിലൊരു കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്കാഫിൽ ഈ അമലുകൾ സ്വീകരിക്കുന്നതിനെ പറ്റി പറയുന്ന ഒരു ഭാഗം സൂറത്തുൽ അഹ്കാഫിന്റെ 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നല്ല നന്മകൾ ചെയ്ത്, ഹമലത്ത് ഉമ്മുഹു ഖുർഹൻ വദഅത്തു ഖുർഹൻ, ഉമ്മയാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ടാണ് അവനെ ഗർഭം ധരിച്ചത്, അവനെ പ്രസവിച്ചത്. അങ്ങനെ 30 മാസം ഗർഭധാരണവും മുലയൂട്ടലുമൊക്കെയായി കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ പ്രായമെത്തി അവനൊരു 40 വയസ്സാവുമ്പോൾ അവൻ പ്രാർത്ഥിക്കാണ്. ബലഗ 40 സന, 40 വയസ്സെത്തുമ്പോൾ പ്രാർത്ഥിക്കണം, റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ നിഅമത്ത് ചെയ്ത അതിന് നന്ദി കാണിക്കാൻ പടച്ചോനെ നീ തൗഫീഖ് നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. സൽക്കർമ്മം ചെയ്യാനൊക്കെ അങ്ങനെ മാതാപിതാക്കൾക്ക് അത്തരം ആ രീതിയിൽ മാതാപിതാക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ ആളുകളെ പറ്റി തൊട്ട് ശേഷത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഉലൈകല്ലദീന തഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അങ്ങനത്തെ ആളുകളുടെ അമലുകളാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അപ്പം ഇത് അമലുകൾ സ്വീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മൾ അവർക്ക് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ മറ്റു അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നതിൽ വലിയൊരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോയി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഫമൻ ബർറ വാലിദൈഹി ഫഇന്നല്ലാഹ യതഖബ്ബലു അമലഹു, ആരെങ്കിലും മാതാപിതാക്കളോട് നന്മ ചെയ്ത് വർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ
അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കും എന്നല്ലേ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമ്മളെ മറ്റ് അമലുകളൊക്കെ സ്വീകരിക്കുന്നതിൽ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. മാതാപിതാക്കൾ ഒരിക്കലും നമ്മൾക്ക് ഒരു അലോസരം ഉണ്ടാക്കുന്നവരായി നമുക്ക് തോന്നാൻ പാടില്ല. അവർ നമ്മളുടെ ഒരു സ്വർഗമാണ്, സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രായമായ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ അവസരം കിട്ടിയിട്ട് ഓരോ സ്വർഗം കിട്ടുന്നില്ലെങ്കിലോ മഹാനഷ്ടക്കാരൻ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ നമ്മൾ വേണ്ട രീതിയിൽ പരിചരിച്ച് അവർക്ക് വേണ്ട സംഗതികൾ പ്രായമാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, പല രീതിയിലുള്ള വേണ്ടാത്ത രീതിയിൽ സംഗതികൾ ചെയ്യും. അപ്പം ഈ മാതാപിതാക്കൾ ഇത് മക്കൾക്ക് മാത്രമാണോ? അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി. മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന മക്കളെപ്പോലെ അല്ലെങ്കിൽ മക്കളെക്കാൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന മരുമക്കളില്ലേ? അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. പല ആളുകളും തൻ്റെ വീട്ടിലെ മരുമക്കളായിരിക്കും ചിലപ്പോൾ മാതാപിതാക്കൾ അവരെ മക്കൾ നോക്കുന്നതിനേക്കാൾ വളരെ നന്നായി നോക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾക്കൊക്കെ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ അത് വലിയൊരു കാരണമായി മാറും എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞാൽ അവനാൻ്റെ മാതാപിതാക്കളാണെങ്കിലും ശരി, തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണെങ്കിലും ശരി, തൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളാണെങ്കിലും അതൊക്കെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ കാണുന്നവരാണ്. അപ്പം അതിന് വലിയൊരു വില പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഒരിക്കലും അവഗണിച്ച് കളയാതെ എപ്പോഴും ആ പുണ്യം നമ്മൾ നേടണം. ആ പുണ്യം നേടുന്നതിനോടൊപ്പം തന്നെ യതഖബ്ബലു, അള്ളാഹു അവൻ്റെ അമലുകൾ സ്വീകരിക്കുന്നതിന് അതൊരു ഘടകമായി മാറും എന്നാണ് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവരുടെ ഈ നല്ല പ്രവൃത്തി അള്ളാഹു അത് സ്വീകരിക്കുന്നു മാത്രമല്ല വനതജാവസു അൻ സയ്യിആതിഹിം ഫി അസ്ഹാബിൽ ജന്ന, സ്വർഗാവകാശികളാകാവുന്ന രീതിയിൽ അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ പേരിൽ തന്നെ അള്ളാഹു മായ്ച്ചു കളഞ്ഞു കൊടുക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ അമലുകൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ കാരണങ്ങൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകുക. ആ കാരണങ്ങളിൽ ഒന്നാമത്തെ സംഗതി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ആ രീതിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവിനെ പറ്റി നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന അവസ്ഥയാണ്. ഇങ്ങനെ വിശ്വാസിയുടെ അവസ്ഥ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവനൊരു പേടിയുടെയും പ്രതീക്ഷയുടെയും ഉള്ളിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന് പ്രതീക്ഷ കൈവിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെപ്പറ്റി എന്താണ് എൻ്റെ അടിമ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ. ആത്മാർത്ഥമായി എൻ്റെ അടിമ എന്നെപ്പറ്റി പടച്ചോൻ എനിക്ക് പുറത്തു തരും. ഞാൻ കുറേ സംഗതികൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഞാൻ വിഷമിക്കുന്നത് പടച്ചോൻ കാണുന്നുണ്ട്, അവൻ ഇതൊക്കെ ഒരു വഴി ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ എനിക്ക് അവൻ പ്രതിഫലം നൽകും എന്ന ഒരു സതുദ്ദേശത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന സംഗതികൾ അതുപോലെ തന്നെ അള്ളാഹു പരിഗണിക്കും. ഫൈൻ വന്ന അബദീ ബി ഖൈറൻ ഫലഹു, അള്ളാഹിനെ പറ്റി നിങ്ങൾ ഖൈറാണ് വിചാരിക്കണതെങ്കിൽ അതങ്ങനെ തന്നെയായിരിക്കും. വൈൻ വന്ന ബി ഷർറൻ, അള്ളാഹിനെ പറ്റി ഷർറാണ്, പടച്ചോൻ ഇത് കേൾക്കണില്ല, കാണുന്നില്ല, ഞാൻ ഈ ദുരിതത്തിൽ അനുഭവിക്കണമൊക്കെ പടച്ചോനെ നീ കാണുന്നില്ല, എന്താണ് നീ ഇന്നെങ്ങനെ വിട്ടുക്കണേ എന്ന രീതിയിൽ പരിതപിച്ചുകൊണ്ടാണെങ്കിലോ ഫലഹു, അങ്ങനെ തന്നെ അവന് ഉണ്ടാകുക എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റി വളരെ പ്രതീക്ഷ വേണം. നമ്മളുടെ അമലുകൾ അവൻ സ്വീകരിക്കും, നമ്മളെടുത്ത് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും സ്വീകരിക്കും. പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട മറ്റൊരു സംഗതിയാണ്, നമ്മൾ ശ്രദ്ധിക്കാതെയും പോരായ്മകൾ, നമ്മുടെ നിസ്കാരത്തെ പറ്റി നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തെ പറ്റി ഒരു കേടുമില്ലാത്ത ഭയങ്കര പവന്മാറ്റ് നിസ്കാരമാണ് എൻ്റെ 5 നേരം നിസ്കാരം എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ശ്രദ്ധ പല രീതിയിലും നമ്മൾ പോകുന്നുണ്ട്, പല രീതിയിലുണ്ട്. നമ്മുടെ അമലുകളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പലപ്പോഴും നമ്മളുടെ അമലുകളിൽ നമ്മൾ മറ്റുള്ളവർ കാണാവുന്ന പല സംഗതികളും നമ്മളുടെ രീതിയിൽ അതിൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന പലതും ഉണ്ടായിന്ന് വരാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പറയാം, പടച്ചോനോട് നമുക്ക് പറയാം, പടച്ചോനെ
ഞാൻ എൻ്റെ അമലുകൾ എൻ്റെ സ്വീകരിക്കണം. ഒരുപാട് പോരായ്മ അതിലുണ്ട്, ഒരുപാട് പോരായ്മയൊക്കെ അതിലുണ്ട്. എന്നാലും അതൊക്കെ നീ ഒന്ന് മാറ്റിയിട്ട് പിന്നെ അത് സ്വീകരിക്കണ അവസ്ഥ വരണം എന്ന രീതിയിലുള്ള ഒരു വിനയത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗം നമ്മളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും പ്രാർത്ഥനയിൽ വരണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അമലുകൾ സ്വീകരിക്കാതിരിക്കാൻ രണ്ട് സംഗതി കൊണ്ട് അമലുകൾ സ്വീകരിക്കൂല. അതിലൊന്ന് എപ്പോഴും നമ്മൾ ഉണർത്തുന്ന കാര്യമാണ്, ശിർക്ക് ജീവിതത്തിൽ വന്നോ. പിന്നെ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്. ശിർക്ക് നിങ്ങൾ ചെയ്തോ, തൗബ ചെയ്തിട്ടില്ലേ എങ്കിൽ നിങ്ങളുടെ അമലുകളൊന്നും സ്വീകരിക്കൂല. നിസ്കാരവും നോമ്പും സക്കാത്തും ദാനധർമ്മങ്ങളും അതിനൊന്നും സ്വർഗത്തിലെത്താനുള്ള അവസ്ഥ അവക്കൊന്നും ഉണ്ടാവില്ല. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ശിർക്ക് എന്നത് ഭയങ്കര ഗൗരവമുള്ള ഒരു സംഗതിയാണ്, ഏറ്റവും ഗൗരവമുള്ള സംഗതി. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, പടച്ചോൻ ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു തരാത്ത പാപം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അത് എന്തായാലും വരില്ല എന്ന് നമ്മൾ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. രണ്ടാമത്തെ സംഗതി, നമ്മുടെ അമലുകൾ ഇല്ലാതെയാക്കുന്നത് റിയാ ആണ്. റിയാ എന്നാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക പല സംഗതികളും, മറ്റുള്ളവർ നല്ലത് പറയട്ടെ എന്ന് വിചാരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ അവൻ്റെ എല്ലാ അമലുകളൊന്നും ബാത്തിലാവില്ല, ആ ചെയ്ത അമല് വെറുതെയാവും. ഇത്രയേ ഉള്ളൂ. ഒരാൾ മറ്റുള്ളവർ കാണട്ടെ, മറ്റുള്ളവരെ ആത്മാർത്ഥമില്ലാതെ പടച്ചോന്റെ പ്രീതി ഉദ്ദേശിക്കാതെ പല സന്ദർഭങ്ങളും പല സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങിക്കൊണ്ട് വല്ലതും കൊടുത്താൽ ആ കൊടുത്തത് അതുകൊണ്ട് എന്തിനാണോ ഉദ്ദേശിച്ചോ കൊടുത്തത് അത് ചിലപ്പം കിട്ടിയെന്ന് വരും, അള്ളാഹിന്റെ അടുക്കൽ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളുന്നില്ല. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ കൊണ്ടുവരുന്ന പല ആളുകളെ സംബന്ധിച്ചും വിശുദ്ധ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരോടൊക്കെ പറയേണ്ടത് ഇവിടേക്ക് വല്ലതും കിട്ടണം നിങ്ങൾ ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. ഇവിടെ കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ അവിടെ തന്നെ ദുനിയാവിൽ തന്നെ മതി എന്ന രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ അത് നിങ്ങൾ ദുനിയാവിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾ വിചാരിച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല. പക്ഷെ ഇവിടേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയും നമ്മുടെ അമലുകളിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇല്ലാതെയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ അവൻ സ്വീകരിക്കുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കാൻ പ്രാർത്ഥനയിലൂടെയും മറ്റു അമലുകളിലൂടെയും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരിക്കലും വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്ത് നഹ്ലിൽ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു ചരട് കയറ് പിരിച്ച് നല്ല ശക്തി ഉണ്ടാക്കി പിരിച്ച് വെച്ചിട്ട് പിന്നെ ആ പിരിങ്ങൾ ഉടക്കരുത് എന്ന് പറയും. അതൊരു ഉദാഹരണത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ റമദാൻ മാസത്തിൽ പിരിച്ച് ശക്തിപ്പെടുത്തിയ നമ്മളുടെ ഈമാനിൻ്റെയും അമലിൻ്റെയും ഒക്കെ ആ കയറുണ്ടല്ലോ, ആ പിരിങ്ങൾ ഇനി ഉടക്കരുത്. അത് ആ പിരി അവിടെ നിലനിർത്തിക്കൊണ്ട് പോകണം. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പിരി ഉടച്ച് റമദാന്റെ മുമ്പ് എങ്ങനെയാണ് അങ്ങനെ തന്നെ ആകുക എന്നുള്ളതല്ല, അമലുകൾ അന്ന് സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരടയാളമായിക്കൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞൊരു സംഗതിയാണ്. റമദാൻ കഴിഞ്ഞാലും ആ റമദാന്റെ ചൈതന്യവും റമദാന്റെ ആ ബോധവും ആ റമദാന്റെ സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ തുടർത്താൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പടച്ചോൻ എൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ചില സംഗതികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ രാത്രി നിസ്കാരം റമദാനിൽ നമ്മൾ ശീലിച്ച സംഗതിയാണ്, അല്ലാത്ത സമയത്ത് ശീലിക്കാത്തവർ ആണെങ്കിലും റമദാൻ മാസത്തിൽ ഏതായാലും ശീലിച്ചു അതിൽ കുറച്ചെങ്കിലും അത് നിലനിർത്തിപ്പോണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതി, നിങ്ങൾ കഴിയുന്നത് നിലനിർത്തിയാൽ മതി. റസൂലുള്ള പറയുകയുണ്ടായി, എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്വമുഹു വഇൻ ഖല്ല, കുറച്ചുള്ളൂവെങ്കിലും നിത്യമായി അതിങ്ങനെ ചെയ്തു പോകുന്ന സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ രാത്രി നിസ്കാരം 11 റക്അത്ത് നമുക്ക് നിത്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു 9 റക്അത്താക്കി, അല്ലെങ്കിൽ 7 അതല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5, ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും
ആ അന്ത്യയാമങ്ങളിൽ എഴുന്നേക്കാൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ സുബൈന്റെ തൊട്ട് മുമ്പ് കുറച്ച് സമയം സഹറിന്റെ സമയത്ത് എഴുന്നേക്കാൻ നമ്മൾ ഒരു മാസമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. ആ സമയത്ത് എഴുന്നേറ്റിട്ട് 1 റക്അത്ത് അല്ലെങ്കിൽ 3 റക്അത്ത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്പെട്ട് നിലനിർത്തിക്കൊണ്ടാവാൻ പറ്റുന്നത് അത്രയും റക്അത്ത് അതെന്നും നിത്യമായിട്ട് ചെയ്യാം. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഖുദൂ മിനൽ അഅമാലി മാ തുതിഖൂന. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ഫൈനല്ലാഹ യമല്ലു ഹത്താ തമല്ലും. നിങ്ങൾക്ക് മടുത്തെങ്കിലേ പടച്ചോനും മടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി കഴിയില്ല എന്ന് തോന്നുമ്പോൾ പടച്ചോൻ അങ്ങോട്ട് വിടും മാത്രം. അപ്പൊ നിങ്ങൾക്ക് മടുക്കണവരെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മടുക്കാത്ത രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അത് വൈന്ന ഹബ്ബൽ അമലി ഇലല്ലാഹി മാ ദാമ വൈൻ കല്ല. അള്ളാഹ്ക്ക് കുറച്ചുള്ളെങ്കിലും അത് എന്നും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകും. അപ്പോൾ സുന്നത്ത് സ്കാരങ്ങൾ എല്ലാം ഒന്നാകെ നല്ല നമ്മൾ സുന്നത്ത് സ്കാരങ്ങൾ സുന്നത്ത് സ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബൈന്റെ സുന്നത്താണ്. അപ്പൊ സുബൈന്റെ സുന്നത്ത് എന്തായാലും ഞാൻ വിടൂല എന്ന് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ നിലനിർത്തിക്കൊണ്ടാകുന്ന രീതിയിൽ ആ സംഗതികൾ ചെയ്യുക. ഖുർആൻ പാരായണം കുറച്ചെങ്കിലും ഒന്ന് ഖുർആൻ പാരായണം നടത്തുക. റമദാനിൽ പാരായണം നടത്തിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോവുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുറച്ചുള്ളെങ്കിലും അത് ഉള്ള രീതിയിൽ ആ ജമാഅത്തിന് പോവുക, സുന്നത്ത് സ്കരിക്കുക, അതുപോലെ ഖുർആൻ പാരായണം കുറച്ചൊക്കെ ചെയ്യുക, രാത്രി എഴുന്നേറ്റ് ഒരു തഹജ്ജുദ് സ്കരിക്കുക. ഇതൊക്കെ നമ്മളൊരു ശീലമാക്കി മാറ്റിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമുക്കതെന്നും ഒരു വലിയൊരു നിധിയായി നമുക്കത് മാറുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.